യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. അരമനയിൽ മന്നവാ നീ വിധിക്കപ്പെട്ടു. കന്നങ്ങളിൽ കരങ്ങൾ കൊണ്ടു മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. പീലാത്തോസെന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. തലയിൽ മുള്ളാൽ മുടിയും വെച്ചു. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. പലർ പല പാടുകൾ ചെയ്തു നിന്നെ. ബലഹീനനായ നിന്മേൽ വലിയ കുലമരം ചുമത്തി. തലയോടിട മലമുകളിൽ അലിവില്ലാതെയോ യൂദർ നടത്തി നിന്നെ. അലിവില്ലാതെയോ യൂദർ നടത്തി നിന്നെ. തിരുക്കരങ്ങൾ ആണികൊണ്ടു മരത്തോടു ചേർത്തടിച്ചു. ഇരുവശത്തും കുരിശുകളിൽ ഇരു കള്ളർ നടുവിൽ നീ മരിച്ചോ പരാ. ഇരു കള്ളർ നടുവിൽ നീ മരിച്ചോ പരാ. കഠിനദാഹം പിടിച്ചതിനാൽ കാടി വാങ്ങാനിടയായോ. ഉടുപ്പും കൂടി ചിട്ടിയിട്ടു. ഉടമ്പും കുത്തി തുറന്നു രുധിരം ചിന്തി. ഉടമ്പും കുത്തി തുറന്നു രുധിരം ചിന്തി. മരണം കൊണ്ടെൻ്റെ വന്നരകം നീയകറ്റി. നിൻ മഹത്വം തേടി നീ എൻ
കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഇവിടെ പെസഹയെ സംബന്ധിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പെസഹ എന്താണെന്നും എപ്പോഴാണ് ആചരിച്ചതെന്നും എങ്ങനെയായിരുന്നു ആചരണമെന്നും എന്തിനു വേണ്ടിയായിരുന്നു എന്നും ഉള്ള കാര്യങ്ങൾ സവിസ്തരമായി പ്രതിപാദിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഇതിലെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എങ്കിലും ചുരുക്കമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ നിന്ന് മിസ്രൈമിലേക്ക് ചെല്ലേണ്ടതായി വന്നു. കനാൻ നാട് ദൈവം അവർക്ക് അവകാശമായി കൊടുത്ത ദേശമാണ്. അബ്രഹാമിന് ദൈവം ചെയ്ത വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ കനാൻ നാട് അവർക്ക് അവകാശമായിരിക്കെ അവർ മിസ്രൈമിലേക്ക് ജോസഫ് മുഖാന്തരമായി ചെന്നു എന്ന് നാം വായിക്കുന്നു. അവിടെ ഏതാണ്ട് 430 സംവത്സരത്തോളം അവർ കിടക്കേണ്ടതായിട്ട് വന്നു. യോസെഫിനെ അറിയാത്ത രാജാക്കന്മാർ, ഫറവോന്മാർ പിൽക്കാലത്ത് വരുമ്പോൾ ഇസ്രായേൽ ജാതിയെ അവർ വല്ലാതെ ഞെരുക്കി എന്നാണ് നാം വായിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ അടിമത്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഏതാണ്ട് 430 സംവത്സരത്തോളം അവർ അടിമകളായി കിടന്നു. എന്നാൽ അതിൻ്റെ അവസാനം അവർക്ക് മടങ്ങിപ്പോരേണ്ടുന്നതായ സമയമായപ്പോൾ അവരെ ഫറവോൻ മടക്കി അയക്കുന്നതിന് പകരം വീണ്ടും അവരെ അടിമകളാക്കി അവിടെ തന്നെ പാർപ്പിക്കുവാനായിട്ട് ഫറവോൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവിടെ ബാധകൾ അയച്ചു. മിസ്രൈമിൽ ഓരോരോ ബാധകൾ അയക്കുമ്പോഴും മോശയും അഹരോനെയും ഫറവോൻ വിളിപ്പിക്കുന്നു. ഈ ബാധകൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കിയ ഫറവോൻ മോശയോട് ജനത്തെ വിട്ടയക്കാമെന്ന് പറയുകയും അങ്ങനെ മോശ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ബാധ മാറിപ്പോവുകയും ചെയ്ത്, എന്നാൽ ബാധകൾ മാറിയെന്ന് കാണുമ്പോൾ ഫറവോൻ്റെ ഹൃദയം വീണ്ടും കഠിനമായി. അങ്ങനെ ഏതാണ്ട് 9 ബാധകൾ കഴിഞ്ഞതായി നാം പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. 9 ബാധകൾക്ക് ശേഷവും ജനത്തെ വിട്ടയക്കാതെ വരുമ്പോൾ ദൈവം അവസാനമായി കൊടുത്ത ബാധയാണ് 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം. അത് എന്താണ്, എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങളാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വളരെ സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തത്, ഈ മാസം നിങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ ആരംഭ മാസമായിട്ടിരിക്കണം. ആബീബ് മാസം എന്ന് പറയുന്നു. ഈ മാസത്തിൽ 10-ാം തീയതി നിങ്ങൾ ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടി, 1 വയസ്സുള്ള ആട്ടിൻകുട്ടി. അങ്ങനെ ഓരോ കുടുംബത്തിനും ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കുക. ആ ആട്ടിൻകുട്ടിയെ അവരുടെ വീട്ടിൽ സൂക്ഷിക്കണം. 14-ാം തീയതി സന്ധ്യാസമയത്താണ് അതിനെ അറുക്കേണ്ടുന്നത്. അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തമെടുത്ത് അവർ പാർക്കുന്നതായ ഓരോ വീടുകളുടെയും കട്ടളക്കാലിലും കുറുമ്പടിമേലും ആ രക്തം പുരട്ടണം. അന്ന് രാത്രിയിൽ സംഹാരദൂതൻ ഓരോ ഭവനത്തിലൂടെയും കടന്നു വരും. ആരും വെളിയിലിറങ്ങാൻ അനുവാദമില്ല. അവരവരുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അങ്ങനെ മിസ്രൈം ദേശത്തെ എല്ലാ ഭവനങ്ങളുടെയും മുൻപിലൂടെ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ രക്തം അടയാളമായിട്ടുള്ള ഭവനങ്ങളെ സംഹാരദൂതൻ ഒഴിഞ്ഞു പോകുന്നു. എന്നാൽ രക്തം അടയാളമല്ലാത്ത ഓരോ വീട്ടിലേക്കും കടന്നു ചെന്ന് അവിടെയുള്ള ആദ്യജാതന്മാരെ ഈ സംഹാരദൂതൻ സംഹരിക്കുന്നു. ഈ അറുത്ത ആട്ടിൻകുട്ടിയുടെ മാംസം ആ ഭവനത്തിലുള്ളവർ ഭക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് അതിനോടനുബന്ധമായി വരുന്നതായ കാര്യങ്ങളാണ്. അതിനെ തുടർന്നുള്ളതായ 7 ദിവസങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അവർ ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ അതിരിനകത്തെങ്ങും പുളിച്ച മാവ് ഇല്ലാതെ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി ഉത്സവം ആചരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ കൂടെ അതോട് ചേർന്നുണ്ട്. ഇതെല്ലാം ആ പെസഹയുടെ ആചരണത്തിൻ്റെ ഭാഗങ്ങളാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെ അതിഭയങ്കരമായ ഭയാനകമായ
ഒരു നിലവിളി ആ രാത്രിയിൽ ഉയരുകയാണ്. കാരണം കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ തടവറയിൽ കിടക്കുന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെ, മാത്രമല്ല മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെപ്പോലും വലിയവനായ ദൈവം സംഹരിച്ചു കളഞ്ഞ ഏറ്റവും സംഭ്രമജനകമായ ഒരു രാത്രിയാണ് വാസ്തവത്തിൽ തിരുവെഴുത്ത് നമ്മുടെ മുൻപാകെ വരച്ചു കാട്ടുന്നത്. അന്ന് രാത്രിയിൽ എല്ലാ മനുഷ്യരും എഴുന്നേറ്റു. ഈ രക്തമടയാളമായിട്ടുള്ള ഭവനങ്ങളിൽ മാത്രം കരച്ചിലില്ലാതിരിക്കെ മിസ്രൈം ദേശത്തെ ബാക്കിയുള്ള സകല ഭവനങ്ങളിലും അതിഭയാനകമായ വിലാപം ഉയരുന്നത് കാണുവാൻ കഴിയും. അങ്ങനെ അർദ്ധരാത്രിയിൽ തന്നെ മോശയും അഹരോനെയും ഫറവോൻ വിളിപ്പിച്ചിട്ട് ജനത്തെയും കൊണ്ട് എത്രയും വേഗം മിസ്രൈം വിട്ടു പോകുവാനായിട്ട് അവരോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അവരുടെ പുറപ്പാട് ആരംഭിക്കുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അവരുടെ പുറപ്പാട്, മിസ്രൈം ദേശത്ത് നിന്നുള്ള അവരുടെ യാത്ര അങ്ങനെ ആരംഭിക്കുകയാണ്. ആ പെസഹ പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും അവർ ആചരിച്ചതായി നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ആചരിക്കുന്ന ഈ പെസഹയുടെ അവസാനത്തെ പെസഹയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേന്നാൾ അവർ ആചരിച്ചത്. മാളികമുറിയിൽ ശിഷ്യന്മാരും ഒരുമിച്ച് കർത്താവായ യേശു ക്രിസ്തു പെസഹ ആചരിച്ചതായി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. അവിടെ കർത്താവ് അവരും ഒന്നിച്ച് ആ പെസഹ ആചരിക്കുമ്പോൾ നാം ഏറ്റവും വലിയ ഒരു സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ പെസഹ എന്ന് പറയുന്നത് ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തെ പെസഹ ആയിരുന്നു. ആ പെസഹയോടുകൂടെ ന്യായപ്രമാണ യുഗം അവസാനിക്കുകയായിരുന്നു. വാസ്തവത്തിൽ സംഭവിച്ചതെന്താണ്? യഥാർത്ഥത്തിലുള്ളതായ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ പിറ്റേന്നാൾ അറുക്കപ്പെട്ടു. അതോടുകൂടെ ന്യായപ്രമാണ യുഗം അവസാനിക്കുകയും കൃപായുഗം ആരംഭിക്കുകയും ചെയ്തു. ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾ മുൻപ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ, അവിടുത്തെ യാഗത്തോടുകൂടെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ്. ആ യുഗമാണ് കൃപായുഗം. ആ യുഗം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ കൃപായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുന്നു. ഇതിനു മുൻപുള്ളതായ ന്യായപ്രമാണ യുഗം ദീർഘനാളുകൾ നിലനിന്നിരുന്നതായ യുഗമാണ്. അതിൻ്റെ അവസാനത്തെ പെസഹയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി മാളികമുറിയിൽ വെച്ച് ആചരിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ടാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നമ്മെ എല്ലാം ദൈവം വിലയ്ക്ക് വാങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവമക്കളാക്കി നിലനിർത്തിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ആഴമേറിയ ഒരു സത്യം തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ നാം ഇന്ന് പെസഹ ആചരിക്കുന്നില്ല. കാരണം അത് ന്യായപ്രമാണ യുഗത്തിൽ ചെയ്തിരുന്നതായ ഒരു വലിയ കാര്യമാണ്. എന്നാൽ ആ ന്യായപ്രമാണ യുഗം അവസാനിച്ചതോടുകൂടെ പെസഹ അവസാനിച്ചു. എന്നാൽ നാം ഓർമ്മിക്കുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേന്നാൾ ശിഷ്യന്മാരുമായി മാളികമുറിയിൽ കർത്താവ് ആചരിച്ച പെസഹയുടെ ഓർമ്മയിൽ ക്രൈസ്തവ സമൂഹം പെസഹ ആചരിക്കുന്നതും ഓർമ്മിക്കുന്നതും ഒക്കെ നാം ഇന്ന് ആളുകളിൽ കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ തീയതികളെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുള്ളതുകൊണ്ട് അതിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ദൈവത്തിൻ്റെ വകയായി തീർന്നു. അങ്ങനെയാണ് നാം ദൈവമക്കളാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്കാണ് ഈ യാഗമരണത്തെ കാണുവാനായി സാധിക്കുന്നത്. അല്ലാത്തവർക്ക് ഇത് വെറും ഒരു ക്രൂശീകരണമായോ ഒരു മരണമായോ അവർ അതിനെ വീക്ഷിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒരു യാഗമരണമായിരുന്നു എന്നത് കാണുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു അറുക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ആ ഒരു വലിയ സത്യം മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ
കാണുവാൻ നമുക്കിടയായിത്തീരുമ്പോൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വകയായിത്തീരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട ദൈവകുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ നിലയിൽ കാണുവാനും വിശ്വസിക്കുവാനും ഇടയായിത്തീരുമ്പോൾ നാം ദൈവമക്കളായി തീർന്നു. അതാണ് ദൈവവചനം പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ വകയായിത്തീർന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നിത്യമായ നരകാഗ്നിയിൽ നിന്ന് അവർ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ നാം വിശ്വസിച്ച് ദൈവത്തിൻ്റെ വകയായി തീരുന്നില്ല എങ്കിൽ ഈ ലോകത്തിൽ നാം എന്തെല്ലാം ആചരിച്ചിരുന്നാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ അനേകർ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ കൊണ്ടാടുകയും ജീവിതത്തിലൂടെ അത് മറ്റുള്ളവരെ കാണിക്കുവാൻ ശ്രമിക്കുകയും സഹനത്തിൻ്റെ വഴിയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഏതെല്ലാം നിലയിൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കൊണ്ടാടിയാലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചില്ല എങ്കിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വകയായി തീർന്ന് ദൈവ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ എന്നുള്ള പദവിയിലിരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ അനുഭവം നമുക്കുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ ലോകം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ആചരിക്കുന്നതായ ദിവസത്തിൽ കർത്താവ് യഥാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഇന്ന് പകലിൽ ഈ സത്യം മനസ്സിലാക്കി അനേകർ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും യഥാർത്ഥമായി പാപത്തിന് പരിഹാരമായി, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ഉള്ളത്തിൽ സ്വീകരിക്കുവാനും അനേകരെ അവിടെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അവിടുത്തെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ അവകാശത്തിനായും പദവികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവെ, സഹനത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.